വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. അമരക്കുനിയിലാണ് കടുവ ഭീതി വിതച്ചത്. പ്രദേശത്ത് ദൗത്യം നാളെ വീണ്ടും ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ആരംഭിച്ചത്. നേരത്തെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 വളർത്തുമൃഗങ്ങളെയാണ് ഇവിടെ കടുവ കൊന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് DFIയുടെ ഓഫീസിലേക്ക് ജനകീയ മാർച്ചും ജനങ്ങൾ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ പിന്നീട് ഈ കടുവയെ മയക്കുവെടി വെക്കാം എന്നുള്ള ഒരു ഉത്തരവ് വരുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ ഈ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ, വെറ്റിനറി സർജൻ അർജുൻ സക്കറിയുടെ നേതൃത്വത്തിൽ ദൗത്യ സംഘം എത്തുകയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് സഹായത്തിനായി കുങ്കി ആനകളെ വിളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. വിക്രമും അതുപോലെ തന്നെ കോന്നി സുരേന്ദ്രനും പ്രശസ്തമായ 2 ആനകളാണ്, അല്ലെങ്കിൽ കുങ്കി ആനകളാണ്. നിരവധി റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള അപകട മേഖലകളിലടക്കം വന്ന് പ്രവർത്തിച്ച് പരിചയമുള്ള കുങ്കി ആനകളെയാണ് ഈ പുൽപ്പള്ളി അമരക്കുനിയിൽ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സന്നാഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കടുവ ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ കാടുള്ള പ്രദേശമാണ്, ആ കാട്ടിലേക്ക് വനപ്രദേശത്തേക്ക് കടുവ പോയോ എന്നുള്ളത് കൂടി ഒരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കടുവയെ പിടികൂടുക കുറച്ച് വിഷമമാണ്. എന്തിനാ തന്നെയും നാളെയും ഈ ദൗത്യം തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്.